ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സുമിത്ര ടീച്ചർക്ക് വേണ്ടി അർച്ചന മുൻകൈയെടുത്ത് ജെക്കിയും മധുബാലയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനായി ശ്രമിക്കുകയാണ്. ആദ്യം ജെക്കിയോട് തന്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ ജെക്കി തന്റെ അമ്മയ്ക്കു വേണ്ടി മധുബാലയുമായി പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒത്തുതീർപ്പാക്കാമെന്ന് പറയാണ്. അങ്ങനെ അർച്ചന മധുബാലയെ കാണാൻ പോവുകയാണ്. എന്താണ് മധുബാലയുടെ തീരുമാനം? പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിന് ജെക്കി തയ്യാറാണ്. മധുബാല തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ മധുബാലയാണെങ്കിൽ അർച്ചനയുടെയും ജെക്കിയുടെയും ഈ രഹസ്യബന്ധം തകർക്കാനായി എങ്ങനെയെങ്കിലും ജെക്കിയുടെ വാടക വീട്ടിൽ കയറി പറ്റണമെന്ന ഉദ്ദേശത്തോടെ അർച്ചനയോട് പറയുന്നുണ്ട്. എനിക്കും പ്രശ്നങ്ങൾ പരിഹരിച്ച് ജെക്കിയുടെ കൂടെ പുതിയൊരു ജീവിതം തുടങ്ങുന്നതിന് സമ്മതമാണ്. ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കും ഞാനും തയ്യാറാണ്. ജെക്കിയുടെ കൂടെ സുഖമായി സന്തോഷത്തോടെ ജീവിക്കണം, അത്രയുള്ളൂ എന്റെ ആഗ്രഹമെന്ന് മധുബാല അങ്ങനെ അർച്ചനയോട് പറയുകയാണ്. ഇത് വിശ്വസിച്ചുകൊണ്ട് അർച്ചന അങ്ങനെ രണ്ടുപേരെയും ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ അങ്ങനെ വക്കീൽ ഓഫീസിലേക്ക് പോവുകയാണ്. അതിനുശേഷം രണ്ടുപേരോടും അന്ന് തന്നെ വക്കീൽ ഓഫീസിലേക്ക് വരാനും അവിടെ വെച്ച് ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്താമെന്നും അർച്ചന അങ്ങനെ വിളിച്ചു പറയുകയാണ്. അർച്ചന പറഞ്ഞ പ്രകാരം മധുബാലയും ജെക്കിയും ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടി വക്കീൽ ഓഫീസിലേക്ക് എത്തുകയാണ്. മധുബാലയാണെങ്കിൽ ജെക്കിയെ തകർക്കാനുള്ള ഉദ്ദേശത്തോടുകൂടിയും ജെക്കിക്കാണെങ്കിൽ മധുബാലയെ ഒട്ടും താല്പര്യമില്ലെങ്കിലും തന്റെ അമ്മയ്ക്ക് വേണ്ടിയും അവരങ്ങനെ ചർച്ചയ്ക്ക് ഇരിക്കുകയാണ്. എന്നാൽ ഒടുവിൽ ആ ചർച്ച എവിടെയും എത്താതാവുകയാണ്. മീഡിയേറ്ററായി അർച്ചന ഇരിക്കുന്നുണ്ടെങ്കിലും അർച്ചനയ്ക്ക് അവരുടെ പ്രശ്നത്തിൽ കൂടുതലൊന്നും പറയാൻ സാധിക്കുന്നില്ല. ഒടുവിൽ വീണ്ടും അവരങ്ങനെ വഴക്കിട്ട് വാക്ക് തർക്കമാവുകയാണ്. അതോടുകൂടി ജെക്കിയും മധുബാലയും കൂടുതൽ ശത്രുക്കളാവുകയാണ്. ഇതിനെല്ലാം വിളിച്ചു വരുത്തിയ അർച്ചനയോട് മധുബാലയ്ക്ക് കൂടുതൽ ദേഷ്യം വരികയാണ്. അങ്ങനെ ആ ചർച്ച എവിടെയും എത്താതെ മധുബാല അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. ജെക്കിയാണെങ്കിൽ മധുബാലയുടെ സ്വഭാവങ്ങളെല്ലാം മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് തന്നെ അർച്ചനയോട് പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ മുന്നേ പറഞ്ഞതല്ലേ മധുബാല, അവളെ എനിക്ക് നന്നായി അറിയാം. അവളുടെ സ്വഭാവം ഇപ്പോഴും അറിയിട്ടൊന്നുമില്ല, പഴയതുപോലെ തന്നെയാണ്. അവൾ എന്തായാലും എന്നെ തകർക്കാനേ നോക്കുള്ളൂ, അല്ലാതെ എൻ്റെ കൂടെ അവൾക്ക് പുതിയൊരു ജീവിതം തുടങ്ങണമെന്നൊന്നുമില്ല. അവളുടെ മനസ്സിൽ ചതിയാണ് എന്നൊക്കെ ജെക്കി അങ്ങനെ അർച്ചനയോട് പറയാണ്. അർച്ചനയ്ക്കാണെങ്കിൽ ഇവരുടെ ഒത്തുതീർപ്പ് എവിടെയും എത്താതെ വരുമ്പോൾ ആകെ സങ്കടാവുന്നുണ്ട്. അങ്ങനെ ജെക്കിയും മധുബാലയും അവിടെ നിന്ന് പോയതിനു ശേഷം വളരെ വിഷമത്തോടുകൂടി അർച്ചന സുമിത്ര ടീച്ചറെ വിളിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടെ നല്ലൊരു വാർത്ത കേൾക്കാനാണ് സുമിത്ര ടീച്ചർ ഇരിക്കുന്നത്. അർച്ചനയുടെ കോള് വരുന്നതും വളരെ സന്തോഷത്തോടെ ടീച്ചർ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. എന്നാൽ അർച്ചന വളരെ വിഷമത്തോടുകൂടി ടീച്ചറോട് ആ കാര്യം പറയാണ്. ടീച്ചർ, ഞാൻ വളരെ ശുഭപ്രതീക്ഷയോടെയാണ് ജെക്കെയും മധുബാലയെയും ഇവിടേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അത് നടക്കാതെ പോയി ടീച്ചറെ. അവരുടെ രണ്ടുപേരുടെയും വഴക്കു കാരണം ആ ചർച്ച എവിടെയും എത്തിയില്ല, ഒരു പ്രയോജനവും ഉണ്ടായില്ല. ടീച്ചർക്ക് ഞാൻ വാക്ക് തന്നതാണ്, പക്ഷേ എന്നെ കൊണ്ട് ആ വാക്ക് പാലിക്കാൻ സാധിച്ചില്ല. അങ്ങനെ വളരെ സങ്കടത്തോടെ അർച്ചന ടീച്ചറോട് സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് സുമിത്ര ടീച്ചറും ആകെ സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അർച്ചനയുടെ വക്കീൽ ഓഫീസിൽ നിന്നും ഇറങ്ങിയ മധുബാല പോകുന്ന വഴി രവികുമാർ വക്കീൽ മധുബാലയെ വിളിച്ചുകൊണ്ട് നേരെ വിജയശങ്കറിന്റെ ഓഫീസിലേക്ക് പോവുകയാണ്. ചർച്ചയ്ക്ക് പോയിട്ട് എന്തായി എന്ന് വിജയശങ്കർ അങ്ങനെ ചോദിക്കുമ്പോൾ വളരെ ദേഷ്യത്തോടെ മധുബാല പറയുന്നുണ്ട്, ആ ഒത്തുതീർപ്പ് ചർച്ച ഒന്നുമായില്ല, എല്ലാം ആ അർച്ചനയും ജെക്കിയും നടത്തിയ ഒരു നാടകമായിരുന്നു. എന്തായാലും ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും അർച്ചനയും ജെക്കിയും തമ്മിലുള്ള ഈ ബന്ധം ഞാൻ തകർക്കും. അവരെ എന്തായാലും സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് മധുബാല അങ്ങനെ പറയാണ്. വിജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇതിലെന്തോ ഒരു ചതിയുണ്ടെന്ന്. അർച്ചനയും ജെക്കിയും തമ്മിലുള്ള ഒത്തുകളിയിൽ അവർ നിങ്ങളെ ഒരു ബലിയാടാക്കിയതാണ്. ഇതിനെതിരെ എന്തായാലും മധുബാല ശക്തമായി പ്രതികരിക്കണമെന്ന് വിജയശങ്കർ അങ്ങനെ മധുബാലയോട് പറയുകയാണ്. ഒത്തുതീർപ്പ് ചർച്ച എവിടെയും എത്താത്തതുകൊണ്ട് തന്നെ അർച്ചനയും ജെക്കിയും തമ്മിൽ ഒന്നിക്കാനുള്ള ചാൻസ് കൂടുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.